വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. മൂന്നാനക്കുഴി, ഇരുളം എന്നിവിടങ്ങളിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. മൂന്നാനക്കുഴി സ്വദേശി രഞ്ജിത്തിന്റെ പിക്കപ്പ് വാനും പുൽപ്പള്ളി സ്വദേശി ബേബിയുടെ കാറും ആന തകർത്തു. കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലും ബേബിയുടെയും കുടുംബത്തിന്റെയും ഭീതി ഇതുവരെയും മാറിയിട്ടില്ല. മൂന്നാനക്കുഴി സ്വദേശി രഞ്ജിത്തിന്റെ പിക്കപ്പ് വാനിന് നേരെ രാത്രി 1:30യോടെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത ആന ബോണറ്റടക്കം തകർത്തു. ചേനക്കൊല്ലി അമ്പലത്തിന് മുന്നിൽ വെച്ച് ആ വളവിൽ നിന്ന് ആനയുടെ ആക്രമണം ഫസ്റ്റ് എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരുവിധം ഞാൻ ഫോറസ്റ്റ് ഓഫീസിന്റെ അവിടം വരെ വണ്ടി കൊണ്ട് എങ്ങനെയൊക്കെ ഓടിപ്പാഞ്ഞെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് എയർപോർട്ടിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന ഇരുപ്പൂട്ട് പുതുപ്പറമ്പിൽ ബേബിയും കുടുംബവും സഞ്ചരിച്ച കാറിന് നേരെ ആക്രമണമുണ്ടായത്. കാറിന്റെ ചില്ലും ബോഡിയും കാട്ടാന തകർത്തു. പിന്നാലെ ആക്രമണ വിവരം ഇരുളം ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചു. തുടർന്ന് വനംവകുപ്പിന്റെ വാഹനത്തിലാണ് ഇവരെ ആശുപത്രിയിലും വീട്ടിലും എത്തിച്ചത്. തകർന്ന വാഹനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് അധികൃതർ പറഞ്ഞു. ഈ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, വയനാട്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. ഇവിടെ സ്ഥിരം